ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പഴയ ഫോണാണെങ്കിലും പുതിയ ഫോണാണെങ്കിലും മെമ്മറി കാർഡ് ഉപയോഗിക്കേണ്ട സൗകര്യം 90% ഫോണുകളിലും ഉണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഒരു സിം കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റൊരു സിം കാർഡിന് പകരം നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും. മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നത് ഒരു നല്ല സംഭവം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2 സിം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിം സംവിധാനം ഉണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് മെമ്മറി കാർഡ് ഉപയോഗിക്കാം. അപ്പോൾ മെമ്മറി കാർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതായത് മൊബൈലിന്റെ സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ ക്യാമറ ഹൈ റെസൊല്യൂഷൻ ഉള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ സ്പേസ് ഒരുപാട്, അതായത് മെമ്മറി സ്പേസ് ഒരുപാട് നമുക്ക് നഷ്ടമാകും. അപ്പോൾ നമ്മൾ മൊബൈലിൽ എടുത്ത ഫോട്ടോസ് വീഡിയോസ് നേരെ മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്പേസ് നമുക്ക് ലാഭിക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ പല ആളുകൾക്കും ഇതെങ്ങനെയാണ് മെമ്മറി കാർഡിലേക്ക് ഈ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. പിന്നെ മെമ്മറി കാർഡ് നിങ്ങൾ വാങ്ങുന്നെങ്കിൽ, അത് ചൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങളൊരു നല്ലൊരു മെമ്മറി കാർഡ്, അതായത് നല്ലൊരു കമ്പനി മെമ്മറി കാർഡ്, കുറച്ച് പൈസയൊക്കെ കൂടുതലുള്ള മെമ്മറി കാർഡ് തന്നെ വാങ്ങുക. ഈ ഓഫറിലൊക്കെ ഉള്ള മെമ്മറി കാർഡ് ഒരിക്കലും വാങ്ങരുത്. കാരണം അതൊക്കെ ഒരു ലോക്കൽ ക്വാളിറ്റി ആയിരിക്കും. അങ്ങനെ മെമ്മറി കാർഡ് എടുത്ത് കുടുങ്ങിയ ആളാണ് ഞാൻ. അതായത് അതിൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സൂക്ഷിച്ചിട്ട് അവസാനം കറപ്റ്റഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ലൊരു മെമ്മറി കാർഡ് നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് എങ്ങനെയാണ് നമ്മൾ മൊബൈലിൽ എടുത്ത ഫോട്ടോസ് വീഡിയോസ് മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യിക്കുന്നതെന്ന് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഒരു ഫയൽ മാനേജർ ആവശ്യമുണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കും. പുതിയ മൊബൈലിലൊക്കെ ഇൻബിൽട്ട് ആയിട്ട് ഈ ഒരു ഫയൽ മാനേജർ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ. ഇത് നിങ്ങളുടെ മൊബൈൽ ഇല്ല എങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ഇതുപോലെ അതിൻ്റെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ കാണാം. തൊട്ട് താഴെയായിട്ട് ഇവിടെ ഓൾ സ്റ്റോറേജ് എന്ന ഭാഗത്ത് SD കാർഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. ഇനി അങ്ങനെ നിങ്ങളുടെ മൊബൈൽ കാണുന്നില്ല എങ്കിൽ മൊബൈൽ നിങ്ങളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ ആ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ SD കാർഡിൻ്റെ ഓപ്ഷൻ വന്നിരിക്കും. ഇനി അങ്ങനെയും വരുന്നില്ല എങ്കിൽ SD കാർഡ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും. ആദ്യമായിട്ട് പുതിയൊരു SD കാർഡ് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു SD കാർഡിൽ ചെയ്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിർബന്ധമായിട്ടും പുതിയൊരു SD കാർഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ SD കാർഡിൽ ചെയ്തു വെക്കുക. അതിനായിട്ട് SD കാർഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത SD കാർഡാണ്, എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് സെറ്റിംഗ്സ് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഫോർമാറ്റ് എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫോർമാറ്റ് SD കാർഡ് കൊടുക്കുക. അത് നിർബന്ധമായിട്ടും പുതിയ SD കാർഡ് ഉപയോഗിക്കുന്നവർ ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പുതിയ SD കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ഏതൊക്കെ ഫയലുകളാണ് നിങ്ങൾക്ക് ഈ ഒരു SD കാർഡിലേക്ക് മൂവ് ചെയ്യിക്കേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇമേജ് അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. ഞാനിപ്പോൾ വീഡിയോസ് തന്നെ SD കാർഡിലേക്ക് മൂവ് ചെയ്യിച്ച് കാണിച്ചു തരാം. വീഡിയോസ് എന്ന ഭാഗം ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ കുറച്ച് ഫയലുകളൊക്കെ ഞാൻ മൂവ് ചെയ്യിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ മൊബൈലിൽ എടുത്ത വീഡിയോസുകളൊക്കെ അതിൽ ഞാൻ മൂവ് ചെയ്യിച്ച വീഡിയോസുകൾ, ആ വീഡിയോസ് നോക്കിയാൽ തന്നെ ഇവിടെ SD കാർഡിൻ്റെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. ഓക്കെ, അതൊക്കെ ഞാൻ SD കാർഡിലേക്ക് എൻ്റെ മൊബൈലിൽ നിന്നും മൂവ് ചെയ്യിച്ചതാണ്. ഇനി നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ, ഇത് ഇന്റർണൽ സ്റ്റോറേജിലുള്ളതാണ്. അവിടെ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ 3 ഡോട്ട്സ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൂവ് ടു എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും SD കാർഡിൻ്റെ ഓപ്ഷൻ. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് ഇവിടെ DCIM എന്ന ഫോൾഡർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ DCIM എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൂവ് ഹിയർ എന്ന ഭാഗം തിരഞ്ഞെടുക്കുകയാണ്. കണ്ടോ, അത് മൂവ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു SD കാർഡിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും. ഇനി SD കാർഡിലേക്ക് നിങ്ങൾക്ക് വേണ്ട, SD കാർഡിലുള്ളത് നിങ്ങൾക്ക് ഇന്റേണൽ സ്റ്റോറേജിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം. അതിനും അതേ പ്രോസസ്സ് തന്നെയാണ്. അവിടെ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൂവ് ടു എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇന്റേണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്തിട്ട് DCIM എന്ന ഫോൾഡർ തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ മൂവ് ഹിയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അത് നേരെ SD കാർഡിൽ നിന്നും ഇന്റേണൽ സ്റ്റോറേജിലേക്ക് മൂവ് ആയിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിന് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ക്യാമറയിൽ എടുക്കുന്ന അതേ അവസരത്തിൽ തന്നെ അതേ ടൈമിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് SD കാർഡിൽ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമറയുടെ സെറ്റിംഗ്സിൽ അത് ചെയ്തു വെക്കാൻ സാധിക്കും. ക്യാമറ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ എവിടെയെങ്കിലും ക്യാമറ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. ഇവിടെ ക്യാമറയുടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്.
അതിൽ സ്റ്റോറേജ് ലൊക്കേഷൻ എവിടെയാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഇവിടെ സ്റ്റോറേജ് ലൊക്കേഷൻ കാണാൻ സാധിക്കും. ഞാൻ ഓൾറെഡി SD കാർഡ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർണൽ സ്റ്റോറേജ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ SD കാർഡ് വേണമെങ്കിൽ അങ്ങനെ, അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ്, വീഡിയോസ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് SD കാർഡിലേക്ക് തന്നെ നിങ്ങൾക്കത് സേവ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാനും മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.